പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, നാമത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ആരാധന, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ധ്യാനത്തില് നമ്മളെപ്പോഴും ചെയ്യുന്നത് 1-2 കേസ് ഹിസ്റ്ററി എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യാം. അതിന് നമ്മൾ ഉടമ്പടി വചന വിചാരമെന്ന് പറയും. അതായത് ഒരു സാക്ഷ്യം എടുത്തിട്ട് അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഉടമ്പടി തത്വങ്ങൾ എന്താണ്, അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്താണ്, നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന ഒരു ഫോർമുല, സൂത്രവാക്യം, അത് നമ്മളെടുത്താൽ എങ്ങനെ നമ്മുടെ വിഷയത്തിൻ്റെ മേൽ പ്രശ്നത്തിന് ഒരു സോൾവിങ് ഉണ്ടാവും. നമ്മളിന്ന് അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണുകയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. ഉടമ്പടി പോലെ ഇങ്ങനെ സർവസ്പർശിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്ന, സർവജനീനമായ എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന ഒരു
പ്രെയർ പ്രോജക്റ്റ്, പ്രാർത്ഥനാ പദ്ധതി, അതാണ് ഉടമ്പടിയുടെ ഒരു തനത് കൃപയെന്ന് പറയുന്നത്. കാര്യം എല്ലാ ജനങ്ങളെയും അത് ആപ്ലിക്കബിളാണ്. ഡിവൈഡ് ഓഫ് എനി കാസ്റ്റ് ആൻഡ് ക്രീഡ്, എന്ത് ജാതി ആയാലും എന്ത് മതമായാലും മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഷയത്തിൽ, കോമൺ ഫാക്ടറിൽ ഇത് ഏത് കാലാവസ്ഥയിലും വർക്കിംഗ് കണ്ടീഷനാണ്, വർക്കൗട്ട് ചെയ്യും. അപ്പോഴവർ ഓൾറെഡി ഉടമ്പടി പ്രാബല്യത്തിൽ വരുത്തി അവരതിനെ ക്രാക്ക് ചെയ്ത വിധം കണ്ടുപിടിക്കുക, അതിൽ പ്രവർത്തിച്ച തത്വങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യുക. അതാണ് ഈ വചന വിചാരണത്തിൻ്റെ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഉടമ്പടി ധ്യാനത്തിലൂടെ. അപ്പോൾ നിങ്ങൾക്കും ഇന്ന് ഇവിടുന്ന് ട്രേസ് ഔട്ട് ചെയ്തിരുന്ന പ്രിൻസിപ്പിൾ നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ധ്യാന മണിക്കൂറെ ഇതിലൂടെ ദൈവം നമുക്ക് ഉൾക്കാഴ്ചകൾ നൽകാനും ഉത്ബോധനം നൽകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആദ്യ അന്തം നിങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ വചനത്താൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വെളിപാടുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക സന്തോഷത്തോടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതാണ്ട് ഒരേ പ്രിൻസിപ്പിൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള രണ്ട് സാക്ഷ്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഒന്നാമത്തെ സാക്ഷ്യം അലീഷ വർഗീസിൻ്റെ സാക്ഷ്യമാണ്. അതിൻ്റെ ഒപ്പം പഠിക്കാവുന്ന സാക്ഷ്യം മിനി സെലസ്റ്റിൻ ആരുവരി. ഇനി ഇവർ ഉടമ്പടി ഫസ്റ്റായിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ദെൻ റിയാലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു, അവരുടെ സഫറിങ് സ്റ്റാറ്റസ് എന്തായിരുന്നു. ഇപ്പോൾ മിനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഹസ്ബൻഡിൻ്റെ ശ്വാസകോശ രോഗമാണ്. അതാണ് മിനിയുടെ ഏറ്റവും പ്രയാസപ്പെട്ട ഉടമ്പടിയിലേക്ക് വരാനുള്ള പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ. അത് മാറാത്ത ഒരു മാരകമായ ഒരു ശ്വാസകോശ രോഗം. അതാണ് മിനിയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് മിനിയെ അലട്ടുന്ന രണ്ടാമത്തെ കാര്യം, ഹസ്ബൻഡ് മരിച്ചു പോയാൽ പിന്നെ 2 മക്കളുണ്ട്, അവരുടെ ഭാവി എന്താണെന്നുള്ളതാണ് ഒരമ്മ എന്ന നിലയിൽ രണ്ടാമത്തെ അലട്ടൽ പ്രശ്നം. മൂത്ത മകനും ഓരോരുത്തരും എത്തിയിട്ടില്ല. രണ്ടാമത്തെ മകൻ പഠനത്തിൻ്റെ കാലഘട്ടമാണ്. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എങ്ങനെ ഈ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരു ഐഡിയ ഇല്ല. ആശങ്കയുണ്ട്, പക്ഷെ നിലനിൽപ്പിനുള്ളൊരു ആധാരങ്ങളില്ല. ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ. ഇനി അപ്പം ഒരു 3 ഡീമെറിറ്റ്സ് അവർക്കുള്ളത്. ഇനി നമ്മൾ അലീഷയ്ക്ക് വരുമ്പോൾ അലീഷയുടെ കേസിസ്റ്റ് പറയണത് അവർക്ക് ഇതുപോലെ 3 ഡീമെറിറ്റ്സ് ഉണ്ട്. അവരുടെ ഒന്നാമത്തെ ഡീമെറിറ്റ്സ്, അവരൊരു സ്റ്റുഡൻ്റാണ്, വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ്. ഒരു യുവതിയാണ്, പലരെയും പോലെ OET ആണ് അവളുടെ ഒരു കടമ്പ എന്ന് പറയുന്നത്, ചാടിക്കടക്കേണ്ട OET ആണ്. പക്ഷേ ഉള്ള പ്രശ്നം അതിനുള്ള പാങ്ങില്ല. OET അവർ ഒരു സ്കൂളിൽ പിള്ളേരെ OET പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ തന്നെ മാനേജർ, ഹെഡ് മിസ്ട്രസ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്, അലീഷ നിൻ്റെ ലാംഗ്വേജ് വളരെ പൂവറാണ്, അതുകൊണ്ട് നീ പരീക്ഷ എഴുതാതിരിക്കുന്നതാണ് നല്ലത്.
പരീക്ഷയ്ക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപികയെക്കുറിച്ച് അവരുടെ ഹെഡ് മിസ്ട്രസ് പറയുന്ന കമൻ്റാണ്, നീ OET എഴുതാതിരിക്കുന്ന നല്ലത്, എന്താ കാര്യം നിനക്കില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? 0 ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തെ അലീഷയുടെ ഒരു വിഷയം എന്ന് പറയണത്, രണ്ടാമത് അവൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയണത്, അപ്പനും അമ്മയും വയസ്സാണ്. അവൾക്ക് 27 വയസ്സുണ്ട്, അപ്പനും അമ്മയും വയസ്സാണ്. അത് നിസ്സാര കാര്യമല്ലല്ലോ. ഇനി അപ്പനും അമ്മയുടെയൊക്കെ ഒന്നും ഒരു വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുടുംബം മുഴുവൻ തൻ്റെ മുതുകത്തിരിക്കുകയാണ്. അപ്പോൾ നിസ്സാര കാര്യമല്ലത്. അവളുടെ മുതുകത്താണ് ഈ കുടുംബം മുഴുവനും, അപ്പനും അമ്മയും അവരുടെ ചിലവും ഇവളുടെ ഭാവിയും ഇവളുടെ വിവാഹം എല്ലാം ഈ 27 വയസ്സുകാരത്തിന് മുമ്പിലിരിക്കുകയാണ്. അവൾക്ക് മുമ്പിലുള്ള കടമ എങ്ങനെയെങ്കിലും വിദേശത്ത് എത്തിച്ചേർന്ന് കടങ്ങളെ പരിഹരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ഭാഷയില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയം എടുക്കാനും പറ്റത്തില്ല. പക്ഷേ എടുക്കാതിരിക്കാനും പറ്റത്തില്ല, ജീവിക്കണ്ടേ? അതാണ് അവളുടെ പ്രശ്നം. മൂന്നാമത്തെ അവളുടെ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് OETയുടെ ഒരു പ്രോബ്ലം, നമുക്കൊരു 35% മാർക്ക്, ഇപ്പോൾ 35 പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒരാളിനെ OETയുടെ എക്സാമിന് ഇരുത്താൻ പറ്റും. പക്ഷേ ഇവൾ പലപ്പോഴും 20 പോയിൻ്റ് ഇവർക്ക് കിട്ടത്തുള്ളൂ. 20 പോയിൻ്റ് കാര്യത്തിൽ മാക്സിമം 25 പോയിൻ്റ് കിട്ടും. അങ്ങനെ ഒരാൾ വെറുതെ കൊണ്ടുപോയി 36,000 രൂപ OETക്ക് വേണ്ടി മുടക്കിയ ആ ഉള്ള കാശും പോകും. അപ്പോൾ ഓരോ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ ഇവരുടെ ഒരു 2 പേരുടെയും, ഇപ്പം മിനി വർഗീസിൻ്റെയും മിനി സെലസ്റ്റിൻ്റെയും അലിഷ വർഗീസിൻ്റെയും ഈ ജീവിത അനുഭവങ്ങൾ, ഇവരുടെ സിറ്റുവേഷൻ ഇതാണ്. ഇവർ 2 പേരും ഒരു സിങ്കിങ് മൂഡിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ നിലവിൽ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. അവർ തന്നെ അവരുടെ ജീവിതം ജീവിച്ച് തീർക്കണം. ഈ അവസ്ഥയിലാണ് മെൻറ്റർമാർ വരണത്. കവനൻ്റ് മെൻറ്റർമാർ ഒരു വലിയ ഇവാഞ്ചലിസ്റ്റുകളാണ്. നിങ്ങളെപ്പോഴും ഓർക്കണം, ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളിവിടേക്ക് മാതാവിൻ്റെ തിരുസന്നിധിയെ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി മെൻറ്റർമാരുണ്ട്. അവരോർത്ത് നമുക്ക് നിങ്ങളെ കവനൻ്റിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും കൃപാസനം മാതാവിനെക്കുറിച്ചും നിങ്ങളോട് കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉപദേശം നൽകിയ മക്കളെ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതിന് അലീഷ ഉടമ്പടിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, അവർ പദ്ധതിയിലേക്ക് ക്രമീകരിച്ച് വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഉടമ്പടി എന്ന് പറയുന്ന ആ ഒരു ദൈവികമായ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജീവിതം ആസച്ചാണ് സെറ്റ് ചെയ്യണത്. ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്, നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ, ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ പ്രവർത്തന ജീവിതവും നിങ്ങളുടെ പ്രേക്ഷിത ജീവിതവും, 3 ജീവിതമാണ് ഉടമ്പടിക്കുള്ളത്. ഒന്ന് പ്രാർത്ഥനാ ജീവിതം, എല്ലാ വിഷയവും പ്രാർത്ഥന കൊണ്ട് സമീപിക്കുക. അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് വളരെ സെലക്റ്റീവ് പ്രെയർ ഇവിടുന്ന് തരും. സെലക്റ്റീവ് പ്രെയർ, അതായത് ഒരു വിഷയം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു 3 ഫേസിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് പ്രെയറാണ് ഇവിടുന്ന് തരണത്. പ്രെയർ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് തരണം. ഒന്നാമത്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പുഷ്പുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ ചെല്ലണതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നതും ഉടമ്പടിയുടെ ദൈവികമായ ലക്ഷ്യവും എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുന്നത്. എൻ്റെ പേര് രാഹുൽ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ സ്വദേശം കട്ടപ്പനയാണ്, ഇടുക്കി. ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ കുറേ കാലം മുന്നേ
ഞാൻ നന്നായിട്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കുറേ കാലം മുന്നേ എനിക്കൊരു ആവശ്യം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു മറുപടി കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു സംശയമായി, ശരി ദൈവം ഉണ്ടോ അല്ലെങ്കിൽ ഒരു സംഭവമൊക്കെ ഉണ്ടോ ഒരു ഡൗട്ടായി. അപ്പോൾ ഞാൻ പയ്യെ അതിൽ നിന്നൊക്കെ മാറാൻ തുടങ്ങി. പിന്നെ കുറേ ബുക്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ്, പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ദ സീക്രട്ട്, അങ്ങനത്തെ കുറേ ബുക്ക് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ തലച്ചോറാണ്, എല്ലാം നമ്മുടെ ബ്രെയിനാണ്, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നവരൊക്കെ നടക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തി. പിന്നെ ഞാൻ ഓക്കെ ഇതാണെന്നങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്ത് UK പോകാൻ നിന്ന സമയത്താണ് കോവിഡൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ ഞാനൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്ന ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് ചേർന്നു. പക്ഷെ പിന്നീട് അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ചെറിയ പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യവും അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത്യയിൽ തന്നെ നിൽക്കാം, ഒരു എക്സാം എഴുതാം, അപ്പോൾ എനിക്ക് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞാനങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല. അങ്ങനെ 2 വട്ടം എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഓൾറെഡി അവരുടെ റൂൾസൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി മുതൽ 2 മാസത്തിൽ ഒരിക്കലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ, അതിൻ്റെ ഫീസ് കൂട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. ആ ടൈമിലാണ് എൻ്റെ അമ്മ പറയുന്നത്, നീ ഇതുപോലെ കൃപാസനത്തിൽ പോകും. കാരണം ഞങ്ങളുടെ ഒരു ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഞാനിവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ വരുമ്പം ഞാൻ ശരിക്കും ഓർത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നൊരു ചെറിയ പ്രാർത്ഥനയാണ്. ജസ്റ്റ് വരിക, പ്രാർത്ഥിക്കുക, പോവുക. ശരിക്കും എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചില പള്ളിയിലൊക്കെ പോകുമ്പം അടിമ വെക്കുകയൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നിബന്ധനകളൊക്കെ ഉണ്ട്, 90 ഡേയ്സ് നമ്മൾ നോക്കണമെന്നൊക്കെ വന്നത്. ഓക്കെ ശരി. അപ്പം ഞാനും എൻ്റെ ഫാദറും മദറും വന്നു. അപ്പം എൻ്റെ അടുത്ത് ഡാഡി പറഞ്ഞു, ഓക്കെ നീ തന്നെ എടുത്തോ, നമ്മുടെ 3 പേരിൽ നീ തന്നെ എടുത്തു, നീ തന്നെയാണ് പറ്റിയ ആളെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ വീണ്ടും ഉടമ്പടിയിലിരുന്നപ്പം വീണ്ടും ഒന്നുകൂടെ ഞാൻ എക്സാം എഴുതി. അപ്പോൾ എനിക്കത് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിപ്പോയി. പക്ഷേ ആ ഒരു ടൈമിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബാംഗ്ലൂർ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കോഴ്സ് ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാക്കേജൊക്കെ കിട്ടും. അപ്പം ഞാൻ ഓക്കെ എന്നാൽ ചിലപ്പോൾ അതായിരിക്കും എൻ്റെ വിധി എന്ന് വെച്ച് ഞാൻ ബാംഗ്ലൂർ പോയി. ഞാൻ ഈ കോഴ്സ് ചെയ്തു. ഞാനിവിടുന്ന് പ്ലേസ്ഡായി. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് അവരെല്ലാം അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പ്ലേസ്ഡായ ആൾക്കാരാണ്. പക്ഷേ അവർക്കൊക്കെ കിട്ടിയതിലും ഒരുപാട് ഡിഫറൻസ് ഉള്ളൊരു പാക്കേജാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് വലിയ പാക്കേജായിരുന്നു എൻ്റെ. രണ്ടാമത്തെ കാര്യം, അവർക്കൊക്കെ ഓഫീസിൽ പോകണം, എനിക്ക് വീട്ടിലിരുന്നാൽ മതിയാണ്. അവർക്ക് ട്രാവൽ ചെയ്യണം, മഴയാണെങ്കിലും വെയിലാണെങ്കിലും പോകണം. പിന്നെ അവിടുത്തെ പ്രഷർ അങ്ങനെ ഒന്നും എനിക്കില്ലായിരുന്നു. എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ എൻ്റെ ടീമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം അപ്പം എന്നെ ഭയങ്കര കാര്യമായിരുന്നു. എല്ലാവരും 30 വർഷം 35 വർഷമൊക്കെ സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പുതിയ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാനും ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഷാഡോ ചെയ്യാന്ന് പറയും, അവരുടെ കൂട്ടത്തിൽ നിന്നെല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന്. പിന്നെ പയ്യെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും വിശ്വാസമുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ പോക്കൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ ആ ഒരു തീവ്രമായ ഒരു പ്രാർത്ഥനയൊന്നുമില്ല. അത് ഞാനൊരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പള്ളിയിലൊക്കെ സ്പെൻഡ് ചെയ്യായിരുന്നു, കുർബാന പ്രാർത്ഥനയൊക്കെ ആയിട്ട്. പയ്യെ അത് കുറഞ്ഞു. അതൊക്കെ കുറഞ്ഞ് പിന്നെ ഞായറാഴ്ച മാത്രം എന്നുള്ള രീതിയിലേക്കൊക്കെ അത് ചുരുങ്ങി. അപ്പോൾ ആ ടൈമിൽ ചിലപ്പം ദൈവത്തിന് തോന്നിക്കാണും, ഓക്കെ ഇപ്പം കുറച്ചുകൂടെ ഡൈവേർട്ടായി പോകുന്നുണ്ടല്ലോ. അപ്പം വീണ്ടും എന്നെ ആ പ്രൊജക്റ്റിൽ നിന്ന് എൻ്റെ കമ്പനി എടുത്ത് വേറൊരു പ്രൊജക്റ്റിലിട്ട്. അപ്പോൾ പഴയ കമ്പനിയിൽ ആ പ്രൊജക്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു വീക്കിൽ 4 അല്ലെങ്കിൽ 5 ടിക്കറ്റ്സ് ഞാൻ ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയ പ്രൊജക്റ്റിൽ വന്നപ്പോൾ അവിടെ 9 hours നമ്മുടെ ഷിഫ്റ്റും കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. എമർജൻസി എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ ഉറങ്ങുമ്പോൾ അവർ നമ്മളെ വിളിച്ചെണീപ്പിക്കും. അങ്ങനെ ഒരു ഭയങ്കര പ്രഷറുള്ള ഒരു പ്രൊജക്റ്റിലായി ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പം ഇതിൻ്റെയൊക്കെ പേരിലായിരിക്കും ഞാനിങ്ങനെ ഡൈവേർട്ടായതിൻ്റെ പേരിലായിരിക്കും ഇത് വന്നത് എന്നൊക്കെ ഓർത്തപ്പോൾ എനിക്ക് വീണ്ടും ജോബ് ചേഞ്ച് ചെയ്യണം. കാരണം അത് ഭയങ്കര പ്രഷറായിരുന്നു. നമുക്ക് ഡെയിലി കൂടിപ്പോയി ഒരു 4 മണിക്കൂറൊക്കെ ആയിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, എനിക്ക് ഒരു പാക്കേജ് കിട്ടണം. 2, എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരിക്കണം. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഓൾറെഡി ഞാൻ റെസിഗ്നേഷൻ ഇട്ടു. 90 days ആയിരുന്നു എൻ്റെ നോട്ടീസ് പീരീഡ്. അപ്പം ആ ടൈമിൽ എനിക്ക് ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കമ്പനിയിൽ എന്നെ സെലക്ട് ചെയ്തു. പക്ഷേ ആ കമ്പനി ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരെയാണ്, അത് വർക്ക് ഫ്രം ഹോം അല്ല. അപ്പം ഓക്കെ എന്തായാലും ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ജൂൺ 7-ാം തീയതി ആയപ്പം എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഞാൻ ഇറങ്ങി. അപ്പം എൻ്റെ മനസ്സിൽ 17-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യാൻ ഈ കമ്പനിയുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ 7 തൊട്ട് 17 വരെയുള്ള ആ ഗ്യാപ്പിൽ എനിക്ക് വീണ്ടും ഒരു കമ്പനിയുടെ ഓഫർ വന്നു. അതും സെയിം ജോയിനിങ് ഏകദേശം 19-നായിരുന്നു. അപ്പം വീണ്ടും ഒരു ബാക്കപ്പ് പോലെ ഒന്നും കിട്ടിയില്ലേ പോകാലോ എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചിരിക്കുക.
അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ ഒരു കമ്പനിയിൽ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് അപ്ഡേറ്റ് വരുന്നില്ല. അത് വർക്ക് ഫ്രം ഹോമാണ്, ഒരു US ബേസ്ഡ് കമ്പനിയാണ്, അപ്ഡേറ്റ് വരുന്നില്ല. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ അത് ഞാൻ പേര് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത് വേണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ് എനിക്ക് വരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം ആവാറായി. അപ്പോൾ ഞാൻ ആകെ ടെൻസ്ഡായി, കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ഞാൻ പോയി ചെയ്യേണ്ട പോലെ ആവും. അങ്ങനെ ഞാനൊരു ദിവസം പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ടൈമിൽ എനിക്കൊരു കോൾ വന്നു. എൻ്റെ വേറൊരു കമ്പനിയിലുള്ള ഒരു HR, അവിടെ എനിക്ക് 2 ദിവസം പോയിരുന്നാൽ മതി കമ്പനിയിൽ. അപ്പോൾ വീണ്ടും എനിക്കൊരു ബാക്കപ്പ് പോലെ, വീണ്ടും കുറച്ച് ഒരു പ്രതീക്ഷ പോലെ അതുണ്ട്. അപ്പോൾ ഞാൻ ഇത് 2 വേണ്ടാന്ന് വെച്ചിട്ട് അത് ചൂസ് ചെയ്തു. അതിൻ്റെ ജോയിനിങ് ഡേറ്റ് പിന്നെ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ സ്റ്റിൽ മറ്റേതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പോകാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ലാസ്റ്റ് അതിൻ്റെയും ജോയിനിങ് ഡേറ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി. ഇതും പോകണം, അവിടെയും കുറച്ച് നമ്മൾ ഓഫീസിൽ പോയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും ഇത് വേണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും ആവുന്നില്ല. ലാസ്റ്റ് ഒരു ഫ്രൈഡേ ആയപ്പം, തിങ്കളാഴ്ചയാണ് എൻ്റെ ജോയിനിങ്, ഫ്രൈഡേ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ മൊത്തത്തിൽ മനസ്സുമടുത്ത് ഫുൾ അങ്ങ് ഡെസ്പായി ഞാൻ കിടന്നു. ആ കിടന്ന ടൈമിൽ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് കിടന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്കൊരു കോൾ വരിക, പുതിയൊരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, വർക്ക് ഫ്രം ഹോം ആണ്, US ബേസ്ഡ് കമ്പനിയാണ്, ഒറ്റ ഇൻ്റർവ്യൂ ഉള്ളൂ എന്ന് പറഞ്ഞു. സാധാരണ എല്ലാത്തിനും 3 അല്ലെങ്കിൽ 4 റൗണ്ടൊക്കെ ഉണ്ട്, ഒറ്റ ഇൻ്റർവ്യൂ ഉള്ളൂ എന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയാണ്, അതായത് ജോയിനിങ് ഡേറ്റിൻ്റെ അന്നാണ്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് എക്സ്റ്റെൻഡ് ചെയ്തു, 1 വീക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, മറ്റേ കമ്പനിയിലെ ജോയിനിങ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഒറ്റ റൗണ്ടിൽ തന്നെ ക്ലിയർ ആയി. പിറ്റേ ദിവസം HR ഡിസ്കഷൻ. ഞാൻ ഉദ്ദേശിച്ചതിൽ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ളൊരു പാക്കേജ്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ വർക്ക് കൾച്ചറൊക്കെ നല്ലതാണ് പറഞ്ഞത്. നമ്മുടെ കംഫർട്ട് ഭയങ്കരമായിട്ട് നോക്കുന്നൊരു കമ്പനി. ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം. രണ്ടാമത്തേത് കുറച്ച് നാൾ മുന്നേ നടന്നതാണ്. എൻ്റെ അനിയത്തി UK പോകാനായിട്ട് OET എഴുതുമായിരുന്നു. അപ്പോൾ ആദ്യം എഴുതി, രണ്ടാമത് എഴുതി. അപ്പോൾ ആൾക്ക് കിട്ടിയില്ല. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ടെസ്റ്റ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു ടെൻഷൻ, എല്ലാവരിൽ നിന്നും മാറി നടക്കുക, എപ്പോഴും ഒരു ചിന്തയിലേക്ക് ഇങ്ങനെ പെട്ട് കിടക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ അടുത്ത വട്ടം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഈ കാര്യം കൂടെ വെച്ചിരുന്നു. ഞാൻ ഈ കാര്യം വെച്ച് അടുത്ത ടൈം അവൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് OET നല്ല ഗ്രേഡ് കിട്ടി. ഏതോ ഒരു മൊഡ്യൂളിലായിരുന്നു മാർക്ക് കിട്ടാണ്ടിരുന്നത്, അതിൽ കിട്ടി. ഇപ്പോൾ ആൾ UK-ലാണ്. ഇപ്പോൾ പോയിട്ട് ഏകദേശം ഒരു 8-9 മാസമായി, അടുത്ത മാസം വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഞങ്ങളൊരു 4 വർഷത്തോളമായിട്ട് ഒരു സ്ഥലം കച്ചവടം ചെയ്യണമെന്ന് വിചാരിക്കുക. പക്ഷേ ആൾക്കാർ വരും, എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെടും, നമ്മുടെ അടുത്ത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ തരും, ഞങ്ങളെ വിളിക്കാമെന്നൊക്കെ പറയും, പോവും. പിന്നെ അവരെ കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ല. അങ്ങനെ കുറേ നാളായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു എമൗണ്ട് ഉണ്ട്, ഇത്ര എമൗണ്ടിൽ വേണം ഇത് നടക്കാമെന്ന്. നമ്മുടെ ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി കൊണ്ടായിരിക്കാം നമ്മുടെ ഒരു ബന്ധു തന്നെ അതെടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ ഏതൊരു സ്ഥലം പറ്റാലും അതിൽ ഇടയിൽ നിൽക്കുന്ന ബ്രോക്കറിന് ഒരു എമൗണ്ട് കൊടുക്കണമല്ലോ. ഇത് ശരിക്കും ആ ബ്രോക്കറിനുള്ള എമൗണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി എന്താണ് നമുക്ക് കിട്ടാനുള്ളത് ആ വിലയ്ക്ക് ഞങ്ങളുടെ ഒരു ബന്ധു തന്നെ അത് വാങ്ങി. അപ്പം ഇങ്ങനെ ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ച് എനിക്ക് നടന്നത്. അപ്പം ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിന് ഞാൻ അമ്മയോടും ഈശോയോടും പിതാവിനോടും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. വ്യക്തിപരമായ മാറ്റങ്ങൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഇതിലത്ര ഇടയ്ക്കൊരു ഡൗട്ട് വന്ന് മാറിയിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പം ഞാൻ എൻ്റെ ഫ്രീ ടൈമിൻ്റെ തന്നെ ഒരു 80% ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് പള്ളിയിലോ അല്ലെ അച്ഛന്മാരുടെ കൂട്ടത്തിലോ, മോസ്റ്റ്ലി പ്രെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും. നേരത്തെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ആ ഇടയ്ക്കൊരു സംശയം വന്ന്, പോരാതെ ഈ ബുക്സിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആൾക്കാരോട് പറയുമായിരുന്നു, ഇതൊക്കെ ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര മാറ്റമാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്, എല്ലാ ദിവസവും കൊന്ത ചൊല്ലാറുണ്ട്. അതും എത്ര കൊന്തയൊക്കെ ചൊല്ലുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ അവിടെ തന്നെ ഞാൻ ഇരുന്നു പോകും. 3-4 മണിക്കൂറൊക്കെ തന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ആ പള്ളിയിലല്ലേ ആരാധന ചാപ്പലിൽ തന്നെ അങ്ങനെ ഇരുന്നു. അതാണ് എനിക്ക് വന്നിട്ടുള്ള മാറ്റം. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓർഫനേജിൽ പോകാനോ ഓൾഡ് ഏജ് ഹോമിൽ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ എവിടെ ആൾക്കാർ ഭിക്ഷ എടുക്കാനിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും, എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു 4-5 പേരുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൈസയായിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാറുള്ളൂ. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുമായിട്ട് കാണിക്കുന്ന പരിപാടി എന്താണെന്ന് അറിയില്ല. ഞാൻ പോയിട്ട് നേരെ ഫുഡ് മേടിക്കും, അവർക്ക് കൊണ്ട് കൊടുക്കും. പിന്നെ പത്രം ഞാൻ ആദ്യം എൻ്റെ നാട്ടിലെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ഞാൻ പോകുന്ന പള്ളി അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലായിടത്തും ഏറ്റവും ലാസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയിരുന്നു.
അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോയപ്പം എനിക്ക് തോന്നി ശരി ഇനിയിപ്പോൾ എയർപോർട്ടിൽ കൊണ്ട് കൊടുക്കാം, കാരണം ഓൾമോസ്റ്റ് ഇന്ത്യയിൽ ഇപ്പം കൃപാസനം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എയർപോർട്ടിൽ കൊണ്ട് കൊടുക്കാം. ഞാനവിടെ പോയിട്ട് ആളെ ഞാൻ നമ്മുടെ ഡൊമസ്റ്റിക്കിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് ഞാൻ അടുത്ത ബസ്സിൽ നേരെ ഒരു ഇൻ്റർ ഷട്ടിലുണ്ട്, അതിൽ കയറി ഞാൻ ഇൻ്റർനാഷണലിൽ പോയിട്ട് അവിടെ നിന്ന് സായിപ്പന്മാർക്ക് ഞാൻ ഈ സാധനം കൊടുത്തു. അപ്പോൾ അവർ നമ്മുടെ ഇന്ത്യൻസിനെ പറഞ്ഞില്ല കേട്ടോ, അവരത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യൻസിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പം ഇതെന്താ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ അവരത് ഭയങ്കര ഇതെന്താണ് ഞാൻ പറഞ്ഞത് ഇന്ന പോലെ കേരളത്തിലുള്ള ഒരു പള്ളിയാണ്, കൃപാസന മാതാവാണെന്നൊക്കെ പറഞ്ഞു അവരത് മേടിച്ചു. അപ്പം എൻ്റെ മൈൻഡിൽ ഇതേണ്ടായിരുന്നല്ലോ, ഓക്കെ ഇന്ത്യ മുഴുവൻ ഇതിപ്പോൾ സ്പ്രെഡായി കാണും, ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലുമൊക്കെ കൺട്രിയിലോട്ട് ഇത് പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വരെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ.